ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഞമ്മക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം നമ്മളിന്ന് ഇവിടെ ഒരു വെണ്ടക്കക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സേലത്തെ വെണ്ടക്കക്കറി ഒന്ന് കണ്ടു നോക്കി മക്കളെ. അതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അതാ വെണ്ടക്ക അരിഞ്ഞിങ്ങാണ്ടേ അതിൻ്റെ വെള്ളം ഒന്നുണ്ട് വലിയട്ടെ, എന്നിട്ട് നമുക്ക് അന്നിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ എന്താ അരക്കള്ളമൊക്കെ എടുത്ത് വെച്ചിക്കണ്. ഈ ഉള്ളിയും ഈ വെളുത്തുള്ളിയും 4 വെളുത്തുള്ളിയും 2 തക്കാളിയും പുളി, അതാണിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഉള്ളി അരിഞ്ഞിങ്ങാണ്ട് തക്കാളി അരിഞ്ഞിങ്ങാണ്ട് അരച്ചു കൊണ്ടിരണം. അപ്പോൾ അതവിടെ അരിഞ്ഞിങ്ങാണ്ട് മിക്സിയിലിട്ട് വെച്ചിരിക്കണ്. വെളുത്തുള്ളി കണ്ടില്ല നിങ്ങൾ? വെളുത്തുള്ളി കേടൊന്നുമല്ല കേട്ടോ, അത് ഉണങ്ങിങ്ങാണ്ടേ ഇങ്ങോട്ട് ചുങ്ങിക്കണ്. അപ്പോൾ അതാണ്ട് അരച്ചു കൊണ്ടിട്ടെ. അതിലേക്ക് 1 സ്പൂൺ മുളകും പൊടി, 1 സ്പൂൺ മുളകും പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ചും കൂടെ ഇടുക കേട്ടോ, കാരണം നമ്മളെ സ്പൂൺ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് 2 സ്പൂൺ ഇടുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതാണ് ഉള്ളൂ ഇപ്പോൾ ഈ അരക്കാടുന്നത് കേട്ടോ. ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വെണ്ടക്കട വറുക്കാൻ വെച്ചിക്കണ്. അപ്പോൾ അതൊന്നുകൂടെ വാടീൻ്റെ ശേഷം വാടട്ടെ. നമ്മൾ കറിൻ്റെ മസാല പരിപാടിയൊക്കെ കഴിയുമ്പോക്കിന് അപ്പോൾ ആ വാട്ടിനേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇനി കറിയിൽ കിടന്നാണ്ട് കുറേ നേരം വേകാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൽ തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതാണ്. ഇതാ നമ്മൾ താളിച്ചിട്ട് ഉള്ളിയും കടുകൊന്നും ഇട്ട് കണ്ടല്ല കേട്ടോ മക്കളെ താളിച്ചണതൊന്ന് കണ്ടു നോക്കി. വടക ഇട്ട് കണ്ടാണ് താളിച്ചണത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. ഇതാണ് സാധനം. വടകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പിന്നെ അതിക്കെന്താ വിളക്കെണ്ണയും എന്തൊക്കെ കുറേ പണിയുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കിനു ആദ്യമൊക്കെ. അപ്പം അതിന് വെച്ച അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കലില്ല. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടാണ് വാട്ടിക്കണത്. നമ്മൾ അരച്ചു കൊടുന്ന മസാല അയക്കണം പാർന്നിക്കണം. ഇനി അത് നല്ലോണം ഒന്ന് വാടട്ട മസാലൻ്റെ ആ പച്ചവാസന ഉള്ളിൻ്റെയും തക്കാളിൻ്റെ ഒരു വാസന ഉണ്ടല്ലോ, അതാണ് മാറുന്ന വരെ നല്ലോണം ഇളക്കിങ്ങാണ്ടേ എണ്ണ തെളിയണ വരെ ഇളക്കണം. അപ്പോൾ അത് നല്ലോണം ഇതായിക്കണം കേട്ടോ. എണ്ണ തെളിയാൻ തുടങ്ങിക്കണ്. ഇനി അതിക്ക് വേണ്ടേ വെള്ളമാണ് പറഞ്ഞങ്ങാണ്ട് പുളിയാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടേ വെണ്ടക്ക ഇപ്പോൾ വെന്തല്ലേ വാടിങ്ങാണ്ട് തോനെ നേരം വേകാനൊന്നുമില്ല. ഇപ്പോൾ നോക്കാം നിങ്ങൾ, എണ്ണ വേറെ മസാല വേറെ ആയിങ്ങാണ്ട് അങ്ങനെ ആണം കേട്ടോ, എന്നെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ പിന്നെ നിങ്ങൾ വേഗം അരച്ചിങ്ങാണ്ട് ഉണ്ടാക്കിങ്ങാണ്ട് താത്ത പറഞ്ഞ മാതിരി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഇല്ല ഒന്നും പറയരുത്. അപ്പോൾ അതിക്ക് ആവശ്യമില്ല വെള്ളം ഒഴിച്ചിക്കണം കേട്ടോ. ഞാൻ അതിക്കില്ല പുളി ഒന്നാണ് തോണ്ടി പിഞ്ഞിപ്പോൾ അരട്ടെ. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ കേട്ടോ മക്കളെ, എന്നും നമ്മൾ പറയണത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ്. പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോണ്ടി മക്കളെ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ എന്തിനാ മടിച്ചിന്? വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തുങ്ങാണ്ട് കണ്ടോ കാണി. അപ്പോൾ ഞാൻ അതിക്കുള്ള തേങ്ങ കേട്ടോ. തേങ്ങ എന്തായാലും വേണേ. ഇവിടുത്തെ കറിക്കൊക്കെ തേങ്ങ ഉണ്ടാവും, സാമ്പാറിന് മാത്രമേ തേങ്ങ അരക്കാതിരിക്കുള്ളൂ. അപ്പോൾ ഈ തേങ്ങ ആയിക്കൊണ്ട് അരച്ച് പാരണം. മസാലയൊക്കെ വെന്തതിൻ്റെ ശേഷം വെണ്ടയ്ക്ക ഇട്ടിട്ട് തേങ്ങ അരച്ച് പാരണം. വെണ്ടയ്ക്ക കഴിക്കാൻ ഇട്ട് കൊണ്ടോ. ഇനി അതൊന്നും തളിച്ചിങ്ങാണ്ടേ അതിക്ക് ആ തേങ്ങ അരച്ചത് നോക്കിക്കൊണ്ട് പാർന്നാൽ കറി അവിടെ റെഡിയായി. തേങ്ങ അവിടെ അരച്ച് വെച്ചിക്കണതാ. ഇനി ആ തേങ്ങ കഴിക്കണം ഒഴിച്ചട്ടെ. ഒരു കജ്ജുകൊണ്ട് ഫോണും ഒരു കജ്ജുകൊണ്ട് പിന്നെ പാരലും എടുക്കലും ഒക്കെ കൂടി ആയിട്ടാണ് കേട്ടോ മക്കളെ. ഇങ്ങനെയൊക്കെ ക്ഷമിച്ചളിൻ്റെ കൂട്ടുകാർ. ഇട്ട സാധനങ്ങളൊക്കെ ചെയ്യണതും ഒക്കെ അങ്ങക്ക് ശരിക്കും കാട്ടിത്തരുന്നുണ്ട്. പക്ഷേ വീട് എങ്ങനെ ഇളകുവേ, നമ്മളിങ്ങനെ ഒരു കൈ കൊണ്ട് എടുക്കലും ഒരു കൈ കൊണ്ട് ചെയ്യലും കൂടി ആകുമ്പോൾ അതാണ് കേട്ടോ. ക്ഷമിച്ചോണ്ടി. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് കമൻറ്റിൽ അവിടെ എഴുതിക്കോണ്ടി. അതിന് നിങ്ങൾ മറക്കരുത്. ലൈക്കുമ്പോൾ തൊടാനും. ചോറും അവിടെ വേകുന്നുണ്ട് കേട്ടോ. ചോറ് നമ്മളവിടുത്തെ മാതിരിയല്ല, നമ്മളിവിടെ വാർക്കാണ്.
അതും നിങ്ങൾക്കാണ് കാട്ടിത്തരാം. കാരണം ഇനി നമുക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാനും കോലെല്ലാം ഒന്നിട്ട് ഉണ്ടായിട്ടുമില്ല. അപ്പം നമുക്ക് ഇതാണ് കാട്ടിത്തരാമെന്നും വിചാരിച്ച് ഞാൻ. അപ്പോൾ ആ ചോറ് വാർക്കുകയാണ്. ഊറ്റിയും കൊണ്ട് ഇങ്ങനെ അയിമ തൊട്ട് മിനിക്കും കൊണ്ട് നിൽക്കേണ്ട എളുപ്പമുണ്ട് ചോറ് വന്നാൽ. പക്ഷേ വാർക്കാൻ വയ്ക്കണം കേട്ടോ. കയ്യുമ്മക്കോ കാലുമ്മക്കൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പണി കിട്ടി. അൽഹംദുലില്ലാ ഇതുവരെ ഒന്നും ആയിട്ടില്ല. നല്ലോണം ശ്രദ്ധിക്കണം ചോറ് വാർക്കുമ്പോൾ. അപ്പോൾ അത് അതിൻ്റെ പണി അവിടെ കഴിഞ്ഞിക്കണു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ. നമുക്ക് നമ്മളെ നാത്തൂൻ്റെ അടുത്തൊക്കെ പോയിട്ടില്ലേ വന്നിട്ടേ എത്രയും ദിവസമായില്ലേ. അപ്പോൾ ഒരു ഇടങ്ങാറുണ്ട്. കുട്ടികളുണ്ട് അവിടെ, ഓലെ കാണാനായിട്ട് പൊറുതിയുണ്ട്. പോകണമെന്ന് കരുതുമ്പോൾ അല്ലെങ്കിൽ വെള്ളം വരും, അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ടും പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.